നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഭരണം മാറി, പുതിയ മന്ത്രിമാർ വന്നു. 21 മന്ത്രിമാർക്കും വകുപ്പുകൾ വിധിച്ചു കൊടുത്തു. അതിൽ PC വിഷ്ണുനാഥനാണ് സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതല. അപ്പോൾ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ്, നമ്മുടെ KSFDC ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, ഭാരത് ഭവൻ, സംഗീത നാടക അക്കാദമി, സംഗീത സാഹിത്യ അക്കാദമി, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പാല KR നാരായണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാഭ്യാസ വകുപ്പിനാണ്. അപ്പോൾ എല്ലാത്തിനും ഓരോ ചെയർമാന്മാർ വേണമല്ലോ. കമ്മിറ്റി മെമ്പർമാർ ആരെയും എടുക്കാം. ചെയർമാനാകാനായിട്ട് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് 1 മാസത്തിലധികം തമ്പടിച്ച് ഓരോരുത്തരുടെയും അവരുടെ ശക്തി അനുസരിച്ച് ആളുകളെ കൊണ്ട് പറയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി ആലപ്പി അഷറഫ് വരൂ എന്ന് പറയുന്നു. അഷറഫ് 1 മാസമായിട്ട് തിരുവനന്തപുരത്ത് തമ്പടിച്ച് എല്ലാവരെയും കാണേണ്ടവരെയൊക്കെ കണ്ട് ഒതുക്കിയെടുക്കുന്നു എന്ന് പറയുന്നു. മിക്കവാറും അഷറഫ് ആവാനാണ് സാധ്യത. ചലച്ചിത്ര അക്കാദമിയിൽ എനിക്ക് പച്ചക്കറി കച്ചവടം, മറ്റേ അങ്ങനത്തെ കുറേ ഹോർട്ടികോപ്പ്, അങ്ങനെയുള്ള കോപ്പുകളൊന്നും വേണ്ട. എന്നെ ചെയർമാനാക്കുന്നുവെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കണം. ഞാൻ 5 വർഷം ഞാൻ ഭരിക്കാമെന്ന് പറഞ്ഞ് ജോയി മാത്യു നടപ്പുണ്ട്. അപ്പം മനസ്സിലായില്ലേ, VD സതീശൻ്റെ നിലമ്പൂരിലെ ഇലക്ഷനിലൊക്കെ വന്ന് കതർ ഷാളും വാങ്ങിയിട്ട് നടന്ന് എന്തിനാണെന്ന് മനസ്സിലായില്ലേ. യാഥാർത്ഥ്യമായി എന്ത് വെച്ചെടുക്കും, അതിൽ യാതൊരു വഴിയില്ല. കാരണം നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഫീൽഡിൽ നിന്നുള്ളൊരു ഓഫർ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കണം. ഇപ്പോൾ ക്ഷീരവികസന കോർപ്പറേഷനാണ് ഞാൻ സ്വീകരിക്കില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി. റബ്ബർ ബോർഡ് എനിക്കറിയില്ല. അപ്പോൾ നമുക്കറിയുന്ന വല്ല മേഖലകളിലും നിങ്ങൾക്ക് ഈ സൊസൈറ്റിക്ക് വേണ്ടി, ഈ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളവിടെ വന്നിട്ട് കുറേ കാശുണ്ടായിക്കോ എന്ന് പറയല്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ, അങ്ങനെ നല്ലൊരു മേഖലയിൽ നിന്ന് വരികയാണെങ്കിൽ മുമ്പിരുന്ന ആൾക്കാർ അവരെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ക്യാൻ ഫെസ്റ്റിവലിലൊക്കെ പോയി, അതുപോലെ പല ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കാണുന്ന രീതിയിലേക്ക് മാറണത്. ഇതൊരു വഴിപാടല്ല നടത്തേണ്ടത്, മനസ്സിലായില്ലേ. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് വലിയ ഹോളിവുഡ് താരങ്ങളെ സെലിബ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ഇവിടെ തിരിച്ച. പക്ഷേ ജോയ് മാത്യു പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനൊന്നും അല്ല എന്നാണ് പറയുന്നത്. ഞാൻ പഴയ നെക്സലിൽ തന്നെ നിൽക്കുക. പക്ഷേ അധികാരമോഹമുള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് താലത്തി വെച്ച് തന്നാൽ ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകാം എന്ന് പറയുന്നു. 2 പേരുടെ പരസഹായമില്ലാതെ എണീക്കാൻ പറ്റാത്ത സലിംകുമാർ പോലും ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ പഴയ അക്കാദമി വൈസ് ചെയർമാൻ, അല്ലെങ്കിൽ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്ന ജോഷി മാത്യു, അദ്ദേഹവും ഈ സീറ്റിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. കോൺഗ്രസ്സിന് വേണ്ടി ഇലക്ഷനിൽ പ്രവർത്തിച്ച പ്രിയങ്ക നായർ, നമ്മളെ വാമനപുരത്തുള്ള പ്രിയങ്ക നായർക്ക് ഒരു കീ പോസ്റ്റ് കിട്ടുമെന്ന് പറയുന്നു. അത് ഏതാണെന്ന് എനിക്കറിയില്ല. കിട്ടിയാൽ ആ കുട്ടി നന്നായിട്ട് ഭരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആക്കിയാൽ 5 വർഷം നന്നായിട്ട് ഭരിക്കാമെന്ന് പറയുന്നു ദീപു കരുണാകരൻ. ദിലീപിനെ വെച്ചൊക്കെ സിനിമ ചെയ്ത, ഫയർമാനൊക്കെ ചെയ്ത, മമ്മൂട്ടി വെച്ച് ഫയർമാനൊക്കെ ചെയ്ത ദീപു കരുണാകരൻ മിടുക്കനാണ്, മിടുമിടുക്കനാണ്, ചെറുപ്പക്കാരനാണ്. ഈ പറഞ്ഞ പേരുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, ഇലക്ഷൻ ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. ദീപു കരുണാകരനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ ദീപു ആയിരിക്കും. അഥവാ ഇനിയിപ്പോൾ ഈ ജോയി മാത്യുവും ജോഷി മാത്യുവും സലിംകുമാറും പ്രിയങ്ക നായരും എല്ലാം കൂടെ മത്സരിക്കുന്നതിനിടയിൽ സ്പേസ് ദീപു കരുണാകരന് കിട്ടിയില്ല എങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ആക്കണം ദീപു കരുണാകരനെന്ന് ഞാൻ പറയും. അപ്പോൾ ചോദിക്കൂ, അത് ഡെപ്യൂട്ടേഷനിൽ വരുന്ന PRD എന്നൊക്കെ വരുന്നവരല്ലേ ആ പോസ്റ്റിലിരിക്കുന്നത്? അല്ല. ഇപ്പോൾ മഹേഷ് മഞ്ജു എവിടെ ഇരുന്നിട്ട് വന്ന ആളാ? ഒന്നുമല്ല. അപ്പോൾ PC വിശ്വനാഥോ VD സതീശനോ മനസ്സ് വെച്ചാൽ ഈ പറയുന്ന സീറ്റിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നവരിൽ ആരെയെങ്കിലും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ദീപു കരുണാകരനെ വെച്ചാൽ അയാൾ 5 വർഷം മനോഹരമായി ഭരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ളവരെ വേണം മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറയും. ഇതിന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പെന്നോ ഞാൻ പറഞ്ഞു, G. കാർത്തികേയൻ്റെ വീട്ടിൽ VD സതീശൻ ചെന്നപ്പോൾ കൊള്ളിയാൻ പോലെ ജഗദീഷ് ഇങ്ങനെ വാനിഷ് ചെയ്ത് പോകുന്ന പോലെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജഗദീഷ് പോയി VD സതീശനെ കാണാൻ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു കീ പോസ്റ്റിൽ വരാൻ തന്നെയാണ്. പക്ഷേ ജഗദീഷ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ,
എനിക്ക് താല്പര്യമുണ്ടെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകാമായിരുന്നു. പക്ഷേ ജഗദീഷ് പറഞ്ഞത് എനിക്ക് ആവശ്യത്തിലധികം തിരക്കുണ്ട് സിനിമയിലിപ്പോൾ, ഞാനിരുന്നാൽ ശരിയാവില്ല, ഈ സമയമില്ലാത്ത ഞാൻ റസൂൽ പൂക്കുട്ടി ഇരുന്നത് പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അത് ജഗദീഷിനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം തുറന്നു പറഞ്ഞു, എന്നെ ഒഴിവാക്കണം, ഞാനില്ല, എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് മാറി. കാരണം ദിവസം 3 ലക്ഷം രൂപ എന്തോ ശമ്പളം വാങ്ങുന്നുണ്ട് ജഗദീഷ്. ചെയ്യുന്ന വേഷങ്ങളാണെങ്കിൽ ഒന്നിനൊന്ന് മനോഹരമാണ്. അതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞ് അതിൽ നിന്ന് മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മുല്ലപ്പള്ളി രാമചന്ദ്രന് 3 ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്ത കെയർ ഓഫിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൊണ്ടും VM സുധീറിനെ കൊണ്ടും AK ആൻ്റണിയെ കൊണ്ടും ഒക്കെ ശുപാർശ ചെയ്യാൻ ഒരുത്തും നടപ്പുണ്ട്. മറ്റേ വ്യാജക്കത്ത് എഴുതുന്നവൻ എന്താവുമെന്ന് എനിക്കറിയില്ല. പിടിയോട് പിടിപിടിക്കുന്നുണ്ട് സാംസ്കാരിക ക്ഷേമഗതിക്ക് വേണ്ടി. കാരണം അക്കാദമിയും KSFDCയും കിട്ടില്ല എന്നറിയാം. എന്നാൽ സാംസ്കാരിക ക്ഷേമഗതിയിൽ ഒരു 5 വർഷം ഇരുന്ന് കുറേ അഴിമതി നടത്താമെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. ആ വ്യാജക്കത്തും വ്യാജ പോസ്റ്ററും വ്യാജ ഫോൺ വിളിയൊക്കെ നടത്തുന്ന ആ അലവലാതി എന്താവുമെന്ന് എനിക്കറിയില്ല. PC വിശ്വനാഥ് എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുത്തില്ല എങ്കിൽ വ്യാജക്കത്ത് അയക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. യവനാര് കോൺഗ്രസ് എന്നൊക്കെ ചോദിച്ച് വ്യാജക്കത്ത് അയക്കും. പിന്നെ PC വിശ്വനാഥിനുള്ളൊരു ഭാഗ്യം, ഭാര്യ ബംഗാളിയാണ്. അതുകൊണ്ട് അവർക്ക് കത്ത് അയക്കുന്ന തെറിക്കത്തൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. പക്ഷേ VD സതീശനും സൂക്ഷിക്കണം, അയാളുടെ വീട്ടിലും വ്യാജക്കത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് തിരുവനന്തപുരത്തെ രസകരമായ കാഴ്ചകളാണ്. ഞാൻ മെനങ്ങാന്ന് വീട്ടിൽ ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വരുന്നതിനിടയിൽ PWD ഗസ്റ്റ് ഹൗസിൽ പോയി ഊണ് കഴിക്കാൻ. ഞാൻ അവിടെ നിന്നാണ് സ്ഥിരം കഴിക്കാറ്. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ആ PWDയിലെ ക്യാൻറ്റീനിലെ ക്യാഷ് വാങ്ങുന്നിടത്ത് മാവേലി സ്റ്റോറിൽ ആൾ നിൽക്കുമ്പോൾ ക്യൂ കിടക്കുക. എന്തിനാ? ഊണിനുള്ള ടോക്കൺ വാങ്ങാൻ. പൈസ കൊടുത്ത് മുൻകൂർ ടോക്കൺ വാങ്ങണം. അതിശയപ്പെട്ടു പോയി ഞാൻ. കാരണം തിരുവനന്തപുരം മുഴുവൻ അങ്ങ് സജീവമായി ഓണാഘോഷം പോലെയാണ്. കാസർഗോഡ് മുതലുള്ള കതർധാരികളും ഇടതുവശത്ത് മുണ്ടെടുക്കുന്ന കാക്കാന്മാരും കൂടി തിരുവനന്തപുരത്തെ എടുത്ത് വിഴുങ്ങിയിരിക്കുകയാണ്. 10 വർഷം നമ്മുടെ ഇപ്പോൾ ഒരു മന്ത്രി ഉണ്ടല്ലോ, എപ്പോഴും ജാതിയും മതവും പറയുന്ന ഷാജി, KM ഷാജി പറഞ്ഞത് കറക്റ്റാണെന്ന് ഇപ്പം മനസ്സിലായി. 9.5 വർഷം നമ്മൾ അനുഭവിച്ചതെല്ലാം ഈ 5 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുമെന്ന് പറഞ്ഞ സത്യമാണ്. തിരുവനന്തപുരത്ത് ജനബാഹുല്യമാണ്. ഹോട്ടലുകളെല്ലാം നിറഞ്ഞു. എന്താവും എന്നെനിക്കറിയില്ല. രസകരമാണ് സംഭവങ്ങൾ. അപ്പോൾ കേരളകൗമുദിയിലൊക്കെ ഉണ്ടായിരുന്ന, മറുനാടനിലും ഉണ്ടായിരുന്നു തോന്നുന്നു, റോയി മാത്യു ആണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. എനിക്ക് വിളിക്കാനൊന്നും വയ്യ, തുറന്നു പറയാണ്. പ്രസ് സെക്രട്ടറിയായി റോയി മാത്യുവിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ അച്ചായനെ വിളിച്ചു. ദിനേശ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്നും, എൻ്റെ ചാനൽ സ്ഥിരം കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരൊറ്റ കാര്യം താങ്കളോട് പറയാനുള്ളൂ. അപ്പോൾ പുള്ളി വിചാരിച്ചാണ് എന്നെ KSFDCയുടെ ചെയർമാനാക്കുമോ, സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാനാക്കുമോ എന്ന് പറയാനായിരിക്കും. അപ്പോൾ ഞാൻ കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പുള്ളിക്ക് അറിയാം. ഞാൻ പറഞ്ഞു, അച്ചായ, ഖദർ സീസണിൽ മാത്രം ഇടുകയും കോൺഗ്രസ് ഓഫീസുകളിൽ ആവശ്യത്തിന് മാത്രം ശുപാർശ ചെയ്യാനും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാനും ഒക്കെ ചെന്ന് കാണുന്ന ഒരു കോൺഗ്രസ്സുകാരൻ സിനിമയിലുണ്ട്. ആരെക്കുറിച്ചും വ്യാജ കത്തയക്കുകയും വ്യാജ പോസ്റ്റർ അടിക്കുകയും വ്യാജ ഫോൺ വിളിയൊക്കെ നടത്തുന്ന ഒരു എംബോക്കിയാണ്. അതാര്? അപ്പം ഞാൻ സംവിധായകൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. തിരുവനന്തപുരത്തുള്ള ഈ സംവിധായകനാണ്. അത് ശരി, അങ്ങനെയുള്ള ആളാണ്, ഏമനാണ്. കരുണാകരൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നടന്നു. പിന്നെ കരുണാകരൻ ഡിക്കിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് വന്ന് ഇങ്ങനെ തരാതരം നിൽക്കും. അയാൾ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാവാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ഇടം കൊടുക്കരുത്. നാറ്റ കേസാവും. 5 വർഷം കൊണ്ട് അയാൾ നാറ്റിച്ച് തരും എന്ന് പറഞ്ഞു. ദിനേശ് അത് അറിയിച്ചു തന്നായി. ഞാനിപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ അത് അറിയിക്കാം. PC വിശ്വനാഥിനോടും പറയാമെന്ന് റോയ് മാത്യു എനിക്ക് ഉറപ്പ് തന്നു. അതുപോലെ തന്നെ ദുബായിൽ നിന്നൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ പാർട്ടി ഭരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ വേദനകൾ നിങ്ങൾ പലപ്പോഴായി ഈ ചാനലിൽ പറഞ്ഞു. ഞാനിതാ ഇപ്പോൾ ദുബായിൽ ഇരുന്നുകൊണ്ട് ചേട്ടന് ഉറപ്പ് വരുന്നു, ചേട്ടാ, അടുത്ത 5 വർഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ കൊണ്ട് ചേട്ടന് ഒരു തലവേദനയും ഉണ്ടാകില്ല. ഞാൻ ഉറപ്പ് വരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചേട്ടൻ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മളെ സ്നേഹിക്കുന്ന അത്രയും ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഒരു നേതാവ് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും അറിയിക്കേണ്ടവർക്കെല്ലാം ഓരോ കത്ത്, മനോഹരമായ കത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ എംബോക്കിയെക്കുറിച്ച്. എന്താവും നമുക്ക് നോക്കാം. നമസ്കാരം.
മലയാള സിനിമ നിരൂപകന്മാരിൽ ആദ്യകാലത്തെ പ്രശസ്തരിൽ ഒരാളാണ് സിനിക്. മാതൃഭൂമിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. കോഴിക്കോടൻ വരുന്നതിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. എം വാസുദേവൻ നായരുടെ എന്നാണ് പേര്, ശരിയായ പേര്. പക്ഷേ സിനിക് എന്നുള്ള പേരിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. 1951 ഈ പ്രോഗ്രാം കാണുന്ന ഭൂരിപക്ഷം പേരും ജനിക്കുന്നതിന് മുമ്പ്, ഞാനടക്കമുള്ളവർ ജനിക്കുന്നതിന് മുമ്പ് 1951 ഏപ്രിൽ 8 വന്ന ജീവിത നൗക മുതൽ 1963 ഡിസംബർ 22 വന്ന അമ്മയെ കാണാൻ വരെ 63 സിനിമകളുടെ നിരൂപണങ്ങളുടെ സമാഹാരം 1967 അദ്ദേഹം പുസ്തകമായി പുറത്തെത്തിച്ചു. തൃശ്ശൂർ കറണ്ട് ബുക്സാണ് ഈ പുസ്തകം വിതരണം നടത്തിയത്. തൃശ്ശൂരിലുള്ള മംഗളോദയം പ്രസ്സാണ് ഈ പുസ്തകം നിർമ്മിച്ചത്. 892 പേജുള്ള പുസ്തകമായിരുന്നു. 1968 ഈ പുസ്തകത്തിൻ്റെ 2ാം ഭാഗം വന്നു. 1964 ഫെബ്രുവരി 2 റിലീസായ കലയും കാമിനിയും മുതൽ 1966 സെപ്റ്റംബർ 18 റിലീസായ ചെമ്മീൻ വരെ 57 സിനിമകളാണ് ഈ 2ാമത്തെ പുസ്തകത്തിൽ നിരൂപണമായിട്ടുള്ളത്. ഇതെല്ലാം മാതൃഭൂമിയിൽ അടിച്ചു വന്നതാണ്. ഈ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ നിധി പോലെ സൂക്ഷിക്കുന്ന 2 പുസ്തകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 2 പുസ്തകങ്ങൾ, സിനിക്കിൻ്റെ 2 പുസ്തകങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രോഗ്രാം കണ്ടുടൻ ഞങ്ങൾ സിനിമാക്കാരെ അങ്കിളെന്ന് വിളിക്കുന്ന ജോൺ പോൾ, തിരക്കഥാകൃത്ത് ജോൺ പോൾ എന്നെ വിളിച്ചു. മോനെ, നിൻ്റെ പ്രോഗ്രാം കണ്ടടാ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് സിനിക്കിൻ്റെ 2 പുസ്തകങ്ങൾ, 63 സിനിമകളെക്കുറിച്ചുള്ള ഒരു പുസ്തകവും 57 സിനിമകളെക്കുറിച്ചുള്ള 2ാമത്തെ പുസ്തകവും നിൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായടാ. ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഒരിടത്തും ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. നീ എനിക്ക് ആ പുസ്തകങ്ങളെ ഒന്ന് തരണം. ഞാനത് ചില നോട്ടുകൾ എടുത്തിട്ട് നിനക്ക് തിരിച്ചു തരാം. ഞാൻ അങ്ങനെ ചെയ്യാം, പക്ഷേ എങ്ങനെ എത്തിക്കും അങ്ങളെ എന്ന് വെച്ചു. മോനെ, നീ ഇപ്പോൾ ഉടനെ ഒന്നും എറണാകുളത്ത് വരുന്നില്ല? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ഷാജി പാണ്ഡവത്ത് പങ്കെടുക്കുന്നുണ്ട്. ഷാജി പാണ്ഡവത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്ടയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആളും തിരക്കഥാകൃത്തും ഒക്കെയാണ്. പ്രായിക്കര പാപ്പാനൊക്കെ എഴുതിയ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. നീ ഷാജിരി കൊടുത്താൽ മതി. ഷാജി എറണാകുളത്ത് വരുമ്പോൾ, ആലപ്പുഴക്കാരനാണ്. മേദിനി ടീച്ചറുടെ മകളെയാണോ ഷാജി പാണ്ഡവത്ത് കല്യാണം കഴിച്ചത്? അങ്ങനെ എന്തോ ഒരു ബന്ധം മേദിനി ടീച്ചറുമായിട്ടുണ്ട്. ഞാൻ പിന്നെ ശരി എന്ന് വെച്ചു. ഞാൻ ഷാജി പാണ്ഡവത്തിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു, ദിനേശേ എടാ, ഇങ്ങനെയൊക്കെയുള്ള പഴയകാലത്തെ പുസ്തകങ്ങൾ 1951 വന്ന സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ വന്ന പുസ്തകം ഇന്ത്യയിലുണ്ടെങ്കിൽ വിലമതിക്കാനാവാത്തതാണ്. പബ്ലിക് ലൈബ്രറിയിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. നിനക്ക് ഈ പുസ്തകങ്ങൾ തിരിച്ചു വേണ്ടെങ്കിൽ തന്നയച്ചോ, ഞാൻ കൊണ്ടുവന്ന് അങ്കിളിൻ്റെ കൊടുക്കാം. കാരണം അങ്കിൾ പുസ്തകങ്ങൾ വാങ്ങിയാൽ ആർക്കും തിരിച്ചു കൊടുക്കില്ല. അത് ചിലരുടെ ഹാബിറ്റാണ്. നമ്മൾ പിന്നെ ആ പുസ്തകം തിരിച്ചു ചോദിച്ചാൽ മറ്റേ അവൻ കൊണ്ടുവരിക്കുന്നു, യവൻ കൊണ്ടുവരിക്കുന്നു, ജോഷി വായിക്കാൻ കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞു, അങ്കിളേ, ഞാൻ ഷാജി പാണ്ഡവത്തിനോട് ചോദിച്ചാൽ പുള്ളി പൊക്കഴിഞ്ഞു. അത് ശരി. അവിടെ നമ്മുടെ ആ ഡയറക്ടർ സാബു പ്രഭുത അവിടെയുണ്ട്, സാബുവിൻ്റെ കൈ കൊടുത്തേക്ക്. അപ്പം ഞാൻ സാബുവിനോട് ഈ വിവരം പറഞ്ഞു. അപ്പോൾ സാബു എന്നോട് പറഞ്ഞത്, ഷാജി പാണ്ഡവത്ത് പറഞ്ഞത് 100% സത്യമാണ് ദിനേശേ. അങ്കിള് പുസ്തകങ്ങളോ വാരികളോ വാങ്ങിച്ചാൽ തിരിച്ചു തരില്ല. അങ്കിളിൻ്റെ നിധിശേഖരത്തിൽ സൂക്ഷിക്കും. എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. ആദ്യകാല സിനിമകളേക്കാൾ പരിതാപകരമായിരുന്നു ആദ്യകാല സിനിമാ നിരൂപണങ്ങൾ. സിനിക്കും കോഴിക്കോടനും നാദിർഷായും നിരൂപണ രംഗത്തെ 1ാം നിരക്കാരായിരുന്നു. അവർക്കറിയാത്ത എഡിറ്റിങ്ങിനെ പറ്റിയും മിക്സിങ്ങിനെ പറ്റിയും, എന്തിനധികം ലാബിൽ ഫിലിം ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പോലും ആധികാരികമായി ഈ നിരൂപണത്തിൽ പറഞ്ഞു കളയും. ഇതെല്ലാം ഞങ്ങൾക്ക് പരിചയമുണ്ടെന്ന് അറിയാൻ വേണ്ടി. സിനിമയുടെ കഥ മുഴുവൻ നിരൂപണമെന്ന് പറഞ്ഞ് പറയും. നടീനടന്മാരെ പറ്റി അവർക്ക് തോന്നുന്നത് പോലെ പറയും. പാട്ടുകളുടെ സംഗീതത്തെപ്പറ്റി വരെ ആധികാരികമായി പറഞ്ഞു വയ്ക്കും. പക്ഷേ ഇവരുടെ നിരൂപണം കണ്ടിട്ട് ആരും സിനിമ കാണാൻ പോകുന്നില്ല എന്നതിനാൽ ഇവർ സിനിമയ്ക്ക് ഒരിക്കലും ദ്രോഹികളായിരുന്നില്ല
ഉദാഹരണത്തിന് 1966 റിലീസ് ചെയ്ത ചെമ്മീൻ്റെ റിവ്യൂ 1968 പുറത്തു വന്ന പുസ്തകത്തിൽ വന്നാൽ പടം റിലീസായി 2 ആഴ്ച കഴിഞ്ഞ് മാതൃഭൂമി വാരികയിൽ വന്നാലും സിനിമയ്ക്ക് അതൊട്ടും ബാധിക്കാറില്ല. സിനിമക്കാർക്ക് വിഷമം തോന്നും എന്നുള്ളതല്ലാതെ സിനിമയ്ക്ക് ദോഷമാവില്ലായിരുന്നു. എന്നിട്ട് പോലും മാതൃഭൂമിയുടെ അമരക്കാരിൽ ഒരാളായി മാറിയ PV ഗംഗാധരൻ സുജാത എന്ന് പറഞ്ഞ സിനിമയിലൂടെ നിർമ്മാണ മേഖലയിലേക്ക് കടന്നതിനാലും മാതൃഭൂമി വാരികയുടെ പത്രാധിപരായ MT സജീവമായി സിനിമാ തിരക്കഥാകൃത്തായി മാറുകയും ചെയ്തപ്പോൾ MTയുടെ സിനിമകളെ ആവശ്യമില്ലാതെ പൊക്കി പറയാനും തുടങ്ങിയപ്പോൾ സിനിമാ നിരൂപണ പങ്ക്തിയായ ചിത്രശാല മാതൃഭൂമി വാരിക അവസാനിപ്പിച്ചു. പകരം സിനിമാ വാരികയും സിനിമാ മാസികയും തുടങ്ങി. സുഖിപ്പിക്കൽ പത്രപ്രവർത്തന ശൈലിയിൽ കൊണ്ടുപോയി. ഇന്ന് മലയാള സിനിമാ നിരൂപണം ഒരു വാരികയോ ഒരു മാസികയോ ഒരു ദിനപത്രമോ നടത്തുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സംഘടനയാണല്ലോ കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ. അവർ കുറച്ചു കാലം ക്രിട്ടിക്സ് വ്യൂ എന്നൊരു കുട്ടി മാസിക നടത്തിയിരുന്നു. അതിൽ ഓരോ ലക്കത്തിലും ഓരോ സിനിമയെപ്പറ്റി ഞാൻ റിവ്യൂ ചെയ്യുമായിരുന്നു. മിമിക്സ് പരേഡ് ഒരു സിനിമയല്ല, അത് സ്റ്റേജിൽ നടക്കുന്ന മിമിക്രിയെ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ് എന്നൊക്കെ ഞാൻ റിവ്യൂവിൽ എഴുതി വിട്ടു. ആ സിനിമയുടെ തിരക്കഥാകൃത്ത് കലു ഡെന്നിസ് അതുകൊണ്ട് എന്നോട് പിണങ്ങി. എൻ്റെ ചീഫായ ഹരികുമാറിനോട് കലു ഡെന്നിസ് പരാതി പറഞ്ഞു. കുറേ നാൾ കലൂരാൻ എന്നെ ശത്രുവായി കണ്ടു. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ അസോസിയേറ്റ് ഡയറക്ടറായി നിശ്ചയിച്ച 6ഓളം സിനിമകളിൽ നിന്ന് ഞാൻ ഔട്ടായി. കാരണം ഈ 6 സിനിമയും കലു ഡെന്നീസാണ് എഴുതുന്നത്. അദ്ദേഹം പറയാം അവൻ ശരിയാവില്ല, അവൻ നമ്മളെ സിനിമയൊന്നും അംഗീകരിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ സിനിമ വർക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒരു 6 സിനിമയിൽ നിന്ന് കട്ട് ചെയ്തു. ജൂബിലിയുടെ ഏതോ സിനിമയെക്കുറിച്ചും ഞാൻ വധിച്ചെഴുതി. ജോയ് തോമസ് ഫിലിം ക്രിട്ടിക്സ് ജനറൽ സെക്രട്ടറി ആയിരുന്ന മണ്ണാറക്കയം ബേബിയെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ക്രിട്ടിക്സ് വ്യൂവിന് ജൂബിലി കൊടുത്തിരുന്ന പരസ്യം അതോടെ കട്ട് ചെയ്തു. ഞങ്ങളുടെ പരസ്യത്തിൻ്റെ കാശ് വാങ്ങി പ്രസിദ്ധീകരിക്കുന്ന മാസികയിൽ ഞങ്ങളുടെ സിനിമയെ നിരൂപണം നടത്തി കൊല്ലുന്നതിനാൽ മേലിൽ ഞങ്ങളുടെ പരസ്യമില്ല എന്ന് തീർത്തു പറഞ്ഞു ജൂബിലി ജോയ് തോമസ്. ഫലം ക്രിട്ടിക്സ് വ്യൂ എന്ന് പറഞ്ഞ മാസിക നിന്നുപോയി. നല്ലതൊന്നും സിനിമാക്കാർ കാണില്ല. അവരെപ്പറ്റി മോശം വല്ലതും പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കാണും, പ്രതികരിക്കും. കാലം മാറി, റിവ്യൂവിൻ്റെ സ്വഭാവവും മാറി. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെയാണ് റിവ്യൂ ബോംബിംഗ് നടക്കുന്നത്. ഇന്ന് ഒരു സിനിമ തിയേറ്ററിലെത്തും മുമ്പ് 50 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ ഇവിടുത്തെ യൂട്യൂബർമാർക്കായി ഓരോ സിനിമയുടെ ആൾക്കാരും മുടക്കണം. ഇല്ലല്ലേ ആ സിനിമയെ നിഗ്രഹിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. യുവാക്കൾ തിയേറ്ററുകൾ കൈയടക്കുകയും സ്ത്രീകളിൽ നല്ലൊരു ഭാഗം TV മുന്നിലായതും പുരുഷന്മാരിൽ ഒരു വിഭാഗം ഷെയറിട്ട് മദ്യപാനത്തിലേക്ക് മാറിയതുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ്. ഓണത്തിനും ക്രിസ്തുമസിനും റംസാനും സ്കൂൾ അവധിക്കുമൊക്കെ കടൽ കാണാനും മല കയറാനും പോയിരുന്ന ശീലം മാറി. എല്ലാ വീട്ടിലും ഒന്നോ അതിലധികമോ കാറോ ബൈക്കോ ആകുക കൂടിയായപ്പോൾ വിനോദത്തിന് ആൾട്ടർനേറ്റീവ് ഉണ്ടായി. സിനിമ മാത്രമല്ല ഇന്ന് ഏക വിനോദ ഉപാധി. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ, സിനിമയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ഷോ ഒരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുക്കുമൂലയും കണ്ടിട്ട് റിവ്യൂ ഇടുന്ന പുതിയ സംസ്കാരമാണല്ലോ ഇപ്പോൾ മലയാളിക്ക് ശീലം. അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ, അതിനെ റിവ്യൂ എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലക്ഷക്കണക്കിന് പേരാണ് കോക്കിൻ്റെ റിവ്യൂ കാണുന്നത്. അവിടെ നിന്നൊരു കണക്കെടുപ്പ് നടത്തിയിട്ട് പുതുതായി വന്ന സിനിമ കാണണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ശരാശരി സിനിമ മുതൽ മേലോട്ടുള്ള സിനിമകൾ യൂട്യൂബർമാരെയും റിവ്യൂവർമാരെയും സുഖിപ്പിക്കാനായി 50 ലക്ഷം മുതൽ 1 കോടി വരെ ചെലവിടുന്ന കാലമാണ്. അപ്പോൾ ഏതോ കോതണ്ടൻ്റെ സിനിമയും ഉദാത്തമാണ് എന്ന് കാശ് വാങ്ങുന്ന
നന്ദി പ്രകടിപ്പിക്കാനായി പറയുക സ്വാഭാവികമാണ്. ആ റിവ്യൂ കണ്ട് കാണണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നവർ കബളിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇക്കാര്യത്തിലെ ശരിക്കും പറഞ്ഞാൽ അവസ്ഥാവിശേഷം. ഈ ദുഷിച്ച പ്രവണത തുടങ്ങി വെച്ചത് ഒരു സിനിമാ നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ഒരു നേതാവാണ് എന്ന് ഞാൻ പറയും. ഈ യൂട്യൂബർമാർക്ക് പൈസ കൊടുത്ത് പൊക്കി അടിക്കുന്നത് ഒരു സിനിമാ നിർമ്മാണ നേതാവും തിയേറ്റർ മുതലാളി നേതാവുമാണ് ഇത് തുടങ്ങി വെച്ചത്. പിന്നെ നടനും നിർമ്മാതാവും ഒക്കെ ആയ ഒരാൾ ആ വഴിയെ പോയി. ഇപ്പോൾ മലയാള സിനിമ പിടിക്കാം, തിയേറ്ററിൽ എത്തണമെങ്കിൽ യൂട്യൂബർമാർക്ക് ലക്ഷങ്ങൾ കിമ്പളം കൊടുത്തേ പറ്റൂ. അതാണ് അവസ്ഥ. 1 കോടിയോ 4 കോടിക്കോ ഒരു സിനിമ പിടിക്കുന്നവർക്ക് യൂട്യൂബർമാർക്ക് പുലവളി അടിയന്തരത്തിനായി 1 കോടി വീതം വയ്ക്കാൻ കാശുണ്ടാവുക ബുദ്ധിമുട്ടാണല്ലോ. അവർ 1 കോടിക്ക് എടുക്കുന്ന സിനിമാക്കാരെ 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ എങ്ങനെ യൂട്യൂബർമാർക്ക് 16 അടിയന്തരത്തിന് കൊടുക്കും? ആ സിനിമയെ യുവമാർ പൊളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യവുമാണ്. ചെറിയ ബജറ്റിലെടുത്ത് വലിയ വിജയമായി മാറിയ വാഴയോ മോഹിനിയാട്ടമോ ഒന്നും ഈ പറയുന്നവന്മാർക്ക് കാശ് കൊടുത്തില്ല എന്ന കാരണത്താൽ റിവ്യൂ ചെയ്ത് തോൽപ്പിക്കാനും ആവില്ല. അതാണ് വേറൊരു സത്യം. കാരണം ആ സിനിമകൾ നന്നായി ഓടാവുന്ന തരത്തിൽ നന്നായി എടുത്തവയാണ് എന്നത് തന്നെയാണ് കാരണം. അല്ലാതെ അതിൽ രഹസ്യമൊന്നുമില്ല. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ചിരുന്നാൽ ഈ യവന്മാരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. 1 കോടി രൂപ മുടക്കിയും വേണ്ട. നമ്മുടെ ചാനലിൽ ഒരു യുവ സംവിധായകനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. സുജിത് നായർ എന്നാണ് പേര്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. തലസ്ഥാനവാസിയാണ്. പറഞ്ഞു വന്നാൽ എൻ്റെ അകലക്കൂട്ടിയുള്ളൊരു ബന്ധുവുമാണ്. സുജിത്തിനെ എനിക്കിഷ്ടമാണ്. സിനിമ എന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. വയസ്സ് 43 ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തിട്ടേ വിവാഹം കഴിക്കൂ എന്ന ശപഥമെടുത്ത് നടക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇതുപോലെ എത്രയോ പേര് കാണുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് സുജിത്ത് അംഗം അട്ടഹാസം എന്ന സിനിമ ചെയ്യാനായി ഇറങ്ങിയത്. തുടക്കകാലത്തെ എന്നോട് ഈ ചിത്രത്തെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളോടെ സംസാരിച്ച സംവിധായകനായിരുന്നു സുജിത് നായർ. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തും കൊടുത്തു. അതിന് ചില്ലറ സഹായങ്ങൾ എനിക്ക് തിരിച്ച് ചെയ്യുകയും ചെയ്തു. ഈ ചിത്രത്തിൽ ഒരു വേഷമുണ്ട് ചേട്ടൻ വന്ന് അഭിനയിക്കണമെന്ന് സുജിത്ത് ഒരു തരം വാശിയോടെ തന്നെ എന്നോട് പറഞ്ഞു. ഞാനത് പരമാവധി ഒഴിവാക്കാൻ നോക്കി. ഇല്ല കേട്ടോ, അത് ചേട്ടൻ തന്നെ ചെയ്യണം. ചേട്ടൻ്റെ കഴിവുകളെപ്പറ്റി അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. ചേട്ടനെ മലയാളി എത്ര സ്നേഹിക്കുന്നു എന്ന് ചേട്ടൻ അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. ചേട്ടൻ വന്ന് എൻ്റെ പടത്തിൽ ആ വേഷം ചെയ്യണം. അതിരടിക്ക് മുമ്പാണ് ചെയ്യാമെന്ന അവസാനം ഞാൻ ഏറ്റു. സംഗതി കാര്യത്തോടെ അടുത്തപ്പോൾ ഒരു ചെറിയ ടെക്നിക്കൽ പ്രശ്നം. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഒരാൾ സുരേഷ് ഗോപിയുടെ 2ാമത്തെ മകനാണ്. പാതിരാത്രി നടു റോഡിൽ കാറിട്ട് അട്ടഹാസം നടത്തുകയും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കാറിലിട്ട് ഇടിക്കുകയും ഒക്കെ ചെയ്ത വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ അതിനെതിരെ നമ്മുടെ ഈ ചാനലിൽ സംസാരിച്ചു. പയ്യനത് സഹിച്ചില്ല. പാതിരാത്രി ഒരു സിനിമ നടൻ്റെ, ഒരു MP-യുടെ, ഒരു കേന്ദ്ര ജോലിയില്ലാ മന്ത്രിയുടെ മോൻ കാറുമെടുത്ത് പുറത്തു പോകുമ്പോൾ നീ അർദ്ധരാത്രി എവിടെ പോകുന്നു എന്ന് ചോദിക്കാനുള്ള ബാധ്യത അവൻ്റെ തള്ളയ്ക്കില്ലേ എന്ന് ചോദിച്ചത് വലിയ അപരാധമാണത്രേ. അങ്ങനെ ചോദിക്കാമോ എന്നാണ് ആ പയ്യൻ ചിന്തിക്കുന്നത്. അച്ഛൻ ജോലിയില്ലാ മന്ത്രിയെ ഞാൻ കളിയാക്കുന്നത്രേ സ്ഥിരമായിട്ട്. അച്ഛനതിൽ വലിയ മനസ്താപമുണ്ടത്രേ. പണ്ടാരോ പറഞ്ഞ കണക്ക് ഈ പയ്യൻ സ്വന്തം തന്തയെ ആദ്യമായി കാണുന്നതിന് മുമ്പ് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് സുരേഷ് ഗോപി എന്നെങ്കിലും ഈ വിദ്വാൻ ആലോചിക്കണമായിരുന്നു. എനിക്കതിന് മുമ്പേ പരിചയമുണ്ടല്ലോ. ഇവൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നല്ല ബന്ധമാണ് എനിക്ക്. ഞങ്ങൾ കുറ്റപത്രത്തിൽ തുടങ്ങിയ ബന്ധമാണ്. അത് വർഷങ്ങളോളം. ഞാനിപ്പോഴും അദ്ദേഹത്തെ ഒരു പരിധിവരെ സ്നേഹത്തോടെ കാണുന്ന ആളാണ്. പക്ഷേ ഈ പയ്യൻ വിചാരിക്കുന്നത് അവൻ്റെ അച്ഛനെ കളിയാക്കാൻ നിങ്ങൾ ആര് എന്നാണ്. എന്നാൽ സുരേഷ് ഗോപിയെക്കുറിച്ച് ഞാൻ നന്നായി പറഞ്ഞൊന്നും ഈ പയ്യൻ കണ്ടിട്ടുമില്ല. അതാണ് പ്രശ്നം. എത്ര എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞാണ്, പത്തനാപുരം ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഒരു പേരത്തൈ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും, മോളെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പേരത്തൈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ താമസ സ്ഥലത്ത് മുറ്റത്ത് നടും എന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ട് പോയി.
വേറെ ആരാണെങ്കിലും പോണ വഴിക്ക് കളഞ്ഞിട്ട് പോകും. പുല്ല് പേരത്തെ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകും. ഈ മനുഷ്യൻ ഇതിനെയും തൂക്കിക്കൊണ്ട് ഫ്ലൈറ്റിൽ കയറി ഡൽഹി ചെന്ന് പ്രധാനമന്ത്രിയുടെ മുറ്റത്ത് നട്ടു, വീടിൻ്റെ മുറ്റത്ത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ കാണാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നായിക വേഷം ചെയ്യുന്ന സിനിമയിൽ അയാളെ അഭിനയിപ്പിക്കാൻ പറ്റില്ല എന്ന് ഈ പയ്യൻ വാശി പിടിച്ചു. പിന്നെ ഞാൻ അഭിനയിക്കാനും അതിൽ നിന്ന് വല്ല ഞം കിട്ടുമെങ്കിൽ തിന്നാനും വേണ്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കില്ലേ, ചാൻസ് താ എന്ന് വന്ന് നടക്കുകയില്ലേ. അയാൾ അഭിനയിപ്പിക്കാൻ പറ്റില്ല എന്ന് സംവിധായകനോട് തീർത്തു പറഞ്ഞു. സംവിധായകൻ ശരിക്കും വെട്ടിലായി. നായകൻ പറഞ്ഞത് കേൾക്കാതെ എന്നെ അഭിനയിപ്പിച്ചാൽ നായകൻ പിണങ്ങും, എന്നെ ഒഴിവാക്കിയതറിഞ്ഞാൽ ഞാൻ പിണങ്ങും. പുലിവാല് പിടിച്ച അവസ്ഥയിലായി സംവിധായകൻ സുജിത് നായർ, എൻ്റെ ബന്ധു. സംഭവം പറഞ്ഞ ഞാൻ സുജിത്തിനോട് പറഞ്ഞത്, അംഗം അട്ടഹാസം തിയേറ്ററിൽ എത്തേണ്ടത് നിൻ്റെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമല്ല. നല്ല രണ്ട് മനുഷ്യർ കാശിറക്കിയ സിനിമയാണ്, എന്നെ വിട്ടേക്ക്. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചെങ്കിലും എന്നിട്ടും ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഞാനും നിർമ്മാതാവ് സനൽത്തോട്ടവും അസോസിയേറ്റ് ഡയറക്ടറായ സാബു സർഗവും കൂടി പോവുകയും നമ്മുടെ ചാനലിൽ ഈ ചിത്രത്തെപ്പറ്റി പിന്നെയും ഞാൻ പറയുകയും ചെയ്തു. ഇതിൽ ഷൈൻ ടോം ചാക്കയുടെ അമ്മയായി ഇവിടെ ചേരിയിൽ താമസിക്കുന്ന ലോട്ടറി വിൽക്കുന്ന ഒരു KPACയിലെ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു ചേച്ചിയെ ഞാനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ഞാനും കൂടി ചെന്നാണ് നിർമ്മാതാവും സംവിധായകനും നിർമ്മാതാക്കളും എല്ലാം കൂടി ചെന്നാണ് ചേച്ചിക്ക് അഡ്വാൻസും കൊടുത്തത്. അങ്ങനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാന്യമായി പെരുമാറി അവരോട്. സിനിമ അനിശ്ചിതമായി റിലീസ് നീണ്ടു. സുജിത് നായരെ കാണുമ്പോഴൊക്കെ എന്തായി എന്ന് ഞാൻ തിരക്കുമായിരുന്നു. ഒരു നാൾ വളരെ സന്തോഷത്തോടെ സുജിത് നായർ എന്നെ വിളിച്ചു. അംഗം അട്ടഹാസം ഗോകുലം മൂവീസ് തിയേറ്ററിൽ എത്തിക്കും ചേട്ടാ. അയാളുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. നല്ല കാര്യം. മോൻ്റെ പടത്തിനായി അച്ഛൻ ഇടപെട്ടതാണെങ്കിലും ഗോകുലം റിലീസ് ചെയ്യുമ്പോൾ ഗുണകരമാകണം. പടം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും സുജിത് നായർ എന്നോട് പറഞ്ഞു. സത്യം പറയുകയാണ്, ഈ പടം ഓടും. സുജിത്ത് അതോടെ വിവാഹം കഴിക്കും. നല്ലൊരു ഭാവി അയാൾക്കുണ്ടാകും. ഗോകുലം കാണിച്ച ആ വലിയ മനസ്സിന് നന്ദിയും പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്. ഇതോടും എന്ന് ഞാൻ നിശ്ചയിച്ചു. കാരണം ഗോകുലമല്ലേ റിലീസ്. സൈജു കുറുപ്പും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ഉണ്ടെങ്കിലും ഈ സുരേഷ് ഗോപിയുടെ മകനും മമ്മൂട്ടിയുടെ അനുജൻ്റെ മകനും ആണ് പ്രധാന റോളുകളിൽ വരുന്ന അംഗമട്ടഹാസം. അതിൻ്റേതായ പരിമിതികൾ ചിത്രത്തിന് ഉണ്ടാകുമോ? അംഗം അട്ടഹാസം എന്ന് ടൈറ്റിൽ വരുമ്പോൾ ഫാമിലി തിയേറ്ററിലെത്തുമോ എന്നൊക്കെ വെറുതെ ഞാൻ ആശങ്കപ്പെട്ടു. കാരണം എനിക്ക് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാനത് ആശങ്കപ്പെട്ടു. ചോര കൊണ്ടുണ്ടാക്കിയ മാർക്കോ ഇവിടെ തകർത്തോടിയ സിനിമയാണല്ലോ. അപ്പം ഇതും ഓടട്ടെ എന്ന് ആശിച്ചു. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു മഹാകാര്യമുണ്ട്. ഒരു നാൾ സുജിത്ത് വിളിച്ചു, സംവിധായകൻ, ചേട്ടാ അവരൊക്കെ വലിയ ആൾക്കാർ, അവരെ പറ്റിയൊക്കെ പറയുന്നത് ചേട്ടാ സൂക്ഷിക്കണം. വലിയ പിടിപാടുകൾ ഉള്ളവരാണ്. പോരെങ്കിൽ അച്ഛൻ കേന്ദ്രമന്ത്രി. ചേട്ടൻ അവരെ പറ്റി പറയുന്നതൊക്കെ ഒന്ന് കുറയ്ക്കണം. ഞാൻ ചോദിച്ചു, ആരാ വലിയ ആൾ? സുരേഷ് ഗോപിയോ? ബ്ലാക്കും വൈറ്റുമായി കുറേ കാശ് കാണും പുള്ളിയുടെ കയ്യിൽ. അതിന് ഞാനെന്ത് വേണം? അച്ഛൻ ജോലിയില്ല കേന്ദ്രമന്ത്രിയായാൽ എനിക്കെന്ത് കാര്യം? ഗ്യാസ് കിട്ടാക്കനിയായപ്പോൾ പെട്രോളിന് ഒരാഴ്ച 9 രൂപ കൂട്ടിയിട്ടോ? ചെറുവിരൽ അനക്കാനാകാത്ത പ്രകൃതിവാതക ജോലിയില്ല മന്ത്രിയാണല്ലോ അയാൾ. അവൻ്റെ അച്ഛനായെന്ന് എനിക്കെന്താ? വലിയ പിടിപാടുകളുണ്ടെങ്കിൽ അത് അവർക്ക് കൊള്ളാം. തൃശ്ശൂർ പൂരം കലക്കാൻ ആംബുലൻസിൽ പാതിരാത്രി വന്ന് കളിച്ചപ്പോൾ കൂട്ടുനിന്ന് ഉറങ്ങിപ്പോയ IPSകാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സുജിത്ത് അറിഞ്ഞോ? മൂക്കിട്ട് ഇഷ എന്ന് വരച്ചു തുടങ്ങി. ഭരണം മാറിയപ്പോൾ പിണറായി കൂടെ ഉണ്ടെന്നുള്ള ഹൂങ്ക് ഇപ്പം തീരും. പിണറായിയെ സൂചിപ്പിക്കാൻ പ്രതിഷേധിച്ച പിള്ളേരെ തല്ലിയ 5 ഏമാന്മാർ സസ്പെൻഷനിലായിട്ട് മണിക്കൂറുകളെ ആയുള്ളൂ കേട്ടോ സുജിത്തെ. സുരേഷ് ഗോപിയുടെ മക്കൾക്ക്
വലിയ വലിയ ചട്ടമ്പിമാരുമായി ബന്ധമുണ്ടെങ്കിൽ എനിക്കെന്താ സുഹൃത്തെ? മേലാൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്നെ വിളിക്കരുത് എന്ന് കർശനമായി സുജിത് നായരോട് പറഞ്ഞു വച്ചു ഞാൻ. അതിനുശേഷം എൻ്റെ മുഖത്തേക്ക് സുജിത് നോക്കാറുമില്ല. നല്ലത് എന്ന് ഞാനും ചിന്തിച്ചു. കാരണം ഞാൻ ഈ ഷൂട്ട് ചെയ്യാനൊക്കെ സ്റ്റുഡിയോ വരുമ്പോൾ ന്യൂ ടി വിയിൽ ഇരിക്കുന്ന കാണാം. എന്നെ കാണുമ്പോൾ അറിയാത്ത പോലെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നന്നായി എന്ന് എനിക്കും തോന്നി. കാരണം എന്നെ ഇങ്ങനെയൊന്നും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്ക് നല്ല നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അയാൾ പറഞ്ഞത്. കാരണം എവൻ അവിടെ ഇരുന്ന് വായ അടിച്ചോണം ഈ ചെറുക്കായി. കാണിച്ചു കൊടുക്കാം നമ്മളീ ആളില്ലേ, അല്ലെങ്കിൽ BJP തന്നെ ഞാൻ കംപ്ലീറ്റ് റോഡിൽ ഇറക്കും, RSSകാരെ കൊണ്ട് അവനെ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞു കാണും. ഒരു പുല്ല് സംഭവിക്കില്ലെന്നേ. ഒന്നാമത്തെ കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 50 വയസ്സ് കഴിഞ്ഞാൽ ദൈവം തരുന്ന ബോണസാണ്. ആ ബോണസിൽ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി നടന്ന് ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പോണ്ടിച്ചേരി കള്ള രജിസ്ട്രേഷനിൽ കാർ എടുക്കാറില്ല, കള്ള അഡ്രസ്സിൽ കാർ എടുക്കാറില്ല. ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് തൃശ്ശൂർ കള്ള അഡ്രസ്സ് ഉണ്ടാക്കി വോട്ട് ചെയ്യാറില്ല. ഞാൻ നാഗർകോവിലിൽ ചെന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ചെന്ന് കള്ള പ്രമാണം ഉണ്ടാക്കി വസ്തു വാങ്ങാറില്ല. ഞാൻ ജീവിക്കുന്നത് നേരെ പോന്നാകുമ്പോൾ ഞാൻ ആരെ പേടിക്കണമെന്നേ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ സുജിത് നായർ ഉപദേശിച്ചു. സുരേഷ് ഗോപിയുടെ മക്കൾക്ക് വലിയ ചട്ടമ്പിമാരുമായി മിക്കവാറും ബന്ധമുണ്ടെങ്കിൽ അത് അവർക്ക് കൊള്ളാമെന്നേ ഞാൻ പറയുള്ളൂ. എന്തായാലും ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രേം നസീറിന് ഒരു മകനുണ്ടായിരുന്നു, ഷാനവാസ്. സൂപ്പർ താരങ്ങളായിരുന്ന MG സോമനും സുകുമാരനും രാഘവനും വിൻസെൻറ്റിനും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ആൺമക്കളുണ്ടായിരുന്നു. അവർക്കും എന്താ പറയുക, ഇത്തരം പിടിപാടുകളും ഉണ്ടായിരിക്കാം. പക്ഷേ സുരേഷ് ഗോപിയുടെ മകന് മാത്രം എന്താ കൊമ്പുണ്ടോ? ഇവനെയൊക്കെ കൊണ്ട് നടക്കുന്നവന്മാരെ വേണം പറയാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പോട്ടെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. അംഗം അട്ടഹാസം വന്ന് ആദ്യ ഷോയ്ക്ക് തന്നെ ഹോൾഡ് ഓവറായി. ഗോകുലമല്ല, ഇനി ഏത് കൊച്ചിരാമ എടുത്താലും ആദ്യ ഷോയ്ക്ക് ഹോൾഡ് ഓവറായി. രണ്ടാം ദിവസം സിനിമ എടുത്തു മാറ്റി. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആകും ഗോകുലം ചെയ്തത്. അവർ അധികം പരസ്യമോ പബ്ലിസിറ്റിയോ കൊടുക്കില്ല, ആര് വിളിച്ചു പറഞ്ഞാലും. പടം വരട്ടെ, കണ്ടിട്ട് ചാനലിൽ ഒന്നുകൂടി ചിത്രത്തെപ്പറ്റി പറയാമെന്ന് ഞാൻ സുജിത് നായരോട് ഏറ്റിരുന്നതാണ്. നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്കറിയാം, എനിക്കാരോടും സ്ഥായിയായ വിരോധമോ സ്നേഹമോ ഇല്ല. ഓരോ കാര്യങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ എന്നെ കിട്ടില്ല, അതാണ് പ്രശ്നം. കണ്ടില്ല എന്ന് ഞാൻ കണ്ടില്ല എന്ന് വയ്ക്കുക, ഇന്ന് നടിക്കാനും എന്നെ കൊണ്ടാവില്ല. പക്ഷേ എല്ലാ പടങ്ങളും ഓടണം എന്ന് ആശിക്കുന്ന ആളുമാണ് ഞാൻ. ഒരു ഷോയിലോ ഒരു ദിവസമോ കൊണ്ട് അവസാനിക്കുന്ന ഒരു ചിത്രത്തെപ്പറ്റി നിരൂപണം നടത്തണോ എന്ന് ആ രംഗത്തുള്ളവർ ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയും. ഓടുന്ന സിനിമകളെപ്പറ്റി, ഈ ചിത്രം എന്തുകൊണ്ട് ഓടുന്നു എന്ന തലത്തിൽ ഒരു റിവ്യൂ ചെയ്യുന്നത് സിനിമ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഗുണകരമാകും. ഉദാഹരണത്തിന് തരുൺ മൂർത്തിയുടെ തുടരും ഒരു ആവറേജ് കളക്ഷനെങ്കിലും ഉണ്ടാകണമെന്ന് ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും മോഹൻലാൽ പ്രാർത്ഥിച്ചിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു ഉദാത്തമായ വലിയൊരു സിനിമയൊന്നുമല്ല. അതുകൊണ്ടൊരു ആവറേജ് കളക്ഷൻ ആ സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് രഞ്ജിത്ത് പോലും പ്രാർത്ഥിച്ചില്ലെങ്കിലും മോഹൻലാൽ പ്രാർത്ഥിച്ച് കാണും. അത്രേ ഉള്ളൂ ആ സിനിമ. പടത്തിന് എന്തെങ്കിലും തട്ടുപറ്റിയാൽ എൻ്റെ പ്രതിഫലത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോളാൻ മോഹൻലാൽ രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കൃത്യതയോടെ പ്രതിഫലം കൊടുക്കുന്ന നിർമ്മാതാവാണ് രഞ്ജിത്ത്. ആ വിശ്വാസം ഉള്ളതിനാലും ആൻ്റണിക്ക് ചിത്രം വിതരണം ചെയ്യാൻ നിർബന്ധിച്ച് രഞ്ജിത്ത് കൊടുത്തതിനാലും പടം തിയേറ്ററിൽ വരും വരെ മോഹൻലാൽ തൻ്റെ പ്രതിഫലം വാങ്ങിയിരുന്നില്ല, അല്ലെങ്കിൽ രഞ്ജിത്ത് കൊടുത്തിരുന്നില്ല, കൈ കാശില്ലായിരുന്നു. അപ്പോൾ വിതരണം ആൻ്റണിക്ക് കൊടുത്തല്ലോ. ആൻ്റണി സ്വപ്നം പോലും കാണാത്തതാണ്, അടിച്ചേൽപ്പിച്ചു. ആൻ്റണി എന്നെ വിതരണം ചെയ്യാൻ, എനിക്ക് ആൻ്റണി ഈ പടം വിതരണം ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കൊടുത്ത് നോക്കുകൂലി വാങ്ങിക്കുമ്പോൾ ആൻ്റണിക്ക് ഒരു 10 കോടി രൂപയെങ്കിലും കിട്ടിക്കാണും. അപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിഫലം മോഹൻലാലിൻ്റെ അറിയാം. രഞ്ജിത്താണെങ്കിൽ വാക്ക് പറഞ്ഞാൽ വാക്കാണ്, പടം പൊളിഞ്ഞാലും എനിക്ക് തരും എന്നറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും വാങ്ങാത്തത്. പടം എത്ര വാരിക്കൂട്ടി എന്ന് പറയണ്ടല്ലോ. അപ്പോൾ തുടരും എന്ന സിനിമ എന്തുകൊണ്ട് ഓടി എന്ന വിഷയം നിരൂപണ കേസരികൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നതാണ്. യശ്വന്ത് ഗോക്കൊക്കെ അത് അങ്ങനെയൊക്കെ വേണം ചിന്തിക്കാൻ. റിലീസ് സമയത്ത് പരാജയപ്പെട്ട സിനിമയായിരുന്നു ദേവദൂതൻ. പുതിയ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ വന്നപ്പോൾ
കോടികൾ നേടിയത് എന്തുകൊണ്ട്? നിരൂപകന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. ആട് 1-ാം ഭാഗം പൊളിഞ്ഞിട്ടും നിർമ്മാതാവ് ധൈര്യപൂർവ്വം 2-ാം ഭാഗം എടുത്ത് സൂപ്പർ ഹിറ്റാക്കി. 2-ാം ഭാഗം വിജയിക്കാനുള്ള കാരണം എന്താണ്? 1-ാം ഭാഗത്തിൽ സംഭവിച്ച പാളിച്ച എന്താണ്? നിരൂപകന്മാർ ആ വഴിക്കൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ പറയും. കോടികൾ ഒരുപാട് മുടക്കിയെടുത്ത കുഞ്ഞാലി മരയ്ക്കാർ കഞ്ഞി എടുക്കട്ടെ എന്ന ഒറ്റ ഡയലോഗ് ട്രോളിൽ വീണ് നിലം പരിശായത് എങ്ങനെയെന്ന് ആന്റണി പെരുമ്പാവൂർ ചർച്ച ചെയ്തില്ലെങ്കിലും അയാൾ വിറ്റ് കാശൊക്കെ എടുത്ത് കാണും. പക്ഷേ നിരൂപകന്മാർ ചിന്തിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. വലിയ ഹൈപ്പിൽ മോഹൻലാൽ സ്വന്തം മുഖത്ത് വരെ നശിപ്പിച്ച് ചെയ്ത സിനിമയാണല്ലോ ഒടിയൻ. അതെന്തുകൊണ്ട് വിജയിച്ചില്ല? ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാതെ ഒരു ഷോയിൽ അവസാനിക്കുന്ന ഒരു പടത്തെ കൊല്ലാനാണ് ഇവിടെയുള്ള നിരൂപകന്മാർക്ക് താല്പര്യം. പ്രദർശന രംഗത്ത് ചത്തുപോയതിനെ പിന്നെയും കൊല്ലാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമായേ എനിക്ക് തോന്നുന്നു. യൂട്യൂബ് നിരൂപകന്മാരിൽ അശ്വന്ത് കോക്കാണല്ലോ ഇപ്പോൾ മുഖ്യ താരം. ലക്ഷക്കണക്കിന് പേർ അയാളുടെ റിവ്യൂ കാണുന്നു, കമൻ്റ് ഇടുന്നു. അയാളുടെ പ്രോഗ്രാം കണ്ടിരിക്കാൻ രസമാണെന്ന് മലയാളത്തിലെ പ്രശസ്തനായൊരു തിരക്കഥാകൃത്ത് തന്നെ അടുത്തിടെ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ എനിക്ക് ആ അഭിപ്രായമല്ല ഉള്ളത്. പക്ഷേ കോക്കിനെ കേൾക്കാൻ ആൾക്കാരുണ്ട്. എൻ്റെ കഴിഞ്ഞ 5 റിവ്യൂ എത്ര പേർ കണ്ടു, എനിക്ക് എത്ര കാശ് കിട്ടി എന്നൊക്കെ ചിന്തിക്കടാ പട്ടികളെ എന്ന് അഹങ്കാരത്തോടെ അയാൾ പറയുന്നുവെങ്കിൽ കക്ഷിക്ക് കാശ് കിട്ടുന്നത് കൊണ്ട് തന്നെ ആകണം എന്നാണ് എൻ്റെ വിശ്വാസം. തനിയാൾ എൻ്റെ ആൾക്കാരെ പട്ടികളെ പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ, ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതിരടിക്ക് പൈസ വാങ്ങിച്ച്, സൈല അനന്തൂരിന്റെ പൈസ വാങ്ങിച്ച്, സൈലത്തിൽ അനന്തൂരിനെ എനിക്കറിയാം, അനന്തൂരിനെ എന്നെ അറിയാം. എടോ ഞാൻ പൈസ, എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. കോക്കിനെ പോലെയുള്ളവർ വീണുപോയ അംഗം അട്ടഹാസങ്ങളെ അല്ല റിവ്യൂ ചെയ്ത് നാണം കെടുത്താൻ. മുടക്കിയ കാശെല്ലാം നഷ്ടമായി നിൽക്കുന്ന നിർമ്മാതാവിൻ്റെ മുഖം കൂടി ഇതിനിറങ്ങുമ്പോൾ കോക്കുമാർ ഓർക്കണം, അതൊരു മാനുഷിക വശമാണ് എന്ന് ഞാൻ പറയും. ഞങ്ങളുടെ പടത്തെ കോക്ക് റിവ്യൂ ചെയ്ത് കൊന്നു, അയാൾ 1 ലക്ഷം രൂപ റിവ്യൂവിനായി കൈക്കൂലി ചോദിച്ചു എന്നൊക്കെ പത്രസമ്മേളനം നടത്തി സിനിമയുടെ നിർമ്മാതാവും സുരേഷ് ഗോപിയുടെ മോനും കൂടി വിഡ്ഢിത്തരം പറഞ്ഞതും തെറ്റായ രീതിയാണ് എന്ന് ഞാൻ പറയും. എല്ലാവരും പടമെടുക്കുന്നത് ഓടാനാണ്. അത് അടൂർ ഗോപാലകൃഷ്ണനായാലും KS ഗോപാലകൃഷ്ണനായാലും പടം ചെയ്യുന്നത് തിയേറ്ററിൽ തകർത്തോടി മുടക്കിയ മുതലും അതിൻ്റെ 10 ഇരട്ടി ലാഭവും ഉണ്ടാക്കാൻ തന്നെയാണ്. ഞാൻ ഓടാനല്ല സിനിമ എടുക്കുന്നത് എന്ന് ആരെങ്കിലും വിവരം കെട്ട വർത്തമാനം പറയുന്നുവെങ്കിൽ സ്വന്തം കാശിൽ സിനിമയെടുത്ത് ഓരോ ജംഗ്ഷൻ തോറും സ്ക്രീൻ വലിച്ചു കെട്ടി സന്ധ്യകൾ തോറും ഫ്രീ ആയി സിനിമ കാണിക്കണം. അല്ല വട്ടച്ചിലവിനുള്ള കാശ് സിനിമ കണ്ടിട്ട് തരണമെങ്കിൽ ഒഡേസ സിനിമകൾ നിർമ്മിച്ച ശൈലിയിൽ ചെയ്യണം. അതൊരു ജോൺ എബ്രാഹിമിന് മാത്രമേ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി എല്ലാവരും മുടക്കുമുതൽ ലാഭവും കിട്ടാൻ തന്നെയാണ് സിനിമ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ 4.5 കോടി മുടക്കിയ സിനിമയെന്ന് സിനിമയെയാണ് അശ്വന്ത് കോക്ക് കൊന്നത് എന്നൊക്കെ പറയുന്നതും കടന്ന കൈയാണ് എന്ന് ഞാൻ പറയും. കോക്ക് തല്ലിപ്പൊളി എന്ന് പറഞ്ഞ എത്രയോ സിനിമകൾ കേരളത്തിൽ നന്നായി കളക്ട് ചെയ്തിട്ടുണ്ട്. ചില കൂതറ സിനിമകളെ നസീർ സാർ പറയും പോലെ മനോഹരം എന്ന് കോക്ക് പല സിനിമകളെയും പറഞ്ഞിട്ടുണ്ട്. തൊള്ള വിഴുങ്ങാൻ, അങ്ങനെ കോക്ക് പറഞ്ഞതുകൊണ്ട് തൊള്ളയിലോട്ട് വിഴുങ്ങാൻ മലയാളി തിയേറ്ററിൽ പോയിട്ടുമില്ല. അതിരടി സിനിമ തിയേറ്ററുകളിൽ കോടികൾ വാരിയതാണെങ്കിൽ ആ സിനിമ യുവതലമുറ ഏറ്റെടുത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാത്തവരോട് എന്താണ് പറയേണ്ടത്? അതിരടിയെപ്പറ്റി നല്ലത് പറഞ്ഞു കളഞ്ഞല്ലോ കോക്ക് എന്നൊക്കെയാണ് പറയണേ. എന്നോട് ഒരു മധ്യവയസ്സ് പിന്നിട്ട ഒരാൾ പറഞ്ഞത്, ദിനേശേ, ആ ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനും വിനോദും കൂടി കാണിച്ച തമാശകളും അവസാനത്തെ 10 മിനിറ്റിൽ ഒറിജിനലും ഗ്രാഫിക്സും ഏതെന്നറിയാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വിഷ്വലുകൾ കാട്ടി ബേസിൽ ജോസഫും ടൊവിനോ തോമസും നടത്തിയ പ്രകടനവുമാണ് അതിരടിയെ രക്ഷിച്ചത് എന്നാണ്. ആ വണ്ടിയുടെ മോളിൽ കയറി നിന്ന് വിനീത് ശ്രീനിവാസൻ പാടുന്ന ഒറ്റ ഷോട്ടിൽ അതിരടി ഓടും എന്നാണ് എനിക്ക് തോന്നിയതെന്ന് ആ സിനിമ കണ്ട ആൾ പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഒരു അശ്വന്ത് കോക്കിനും ഒരു സിനിമയെ റിവ്യൂ ചെയ്ത്
കൊല്ലാൻ കഴിയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. 1 ലക്ഷം ചോദിച്ചിട്ട് കൊടുക്കാത്ത ദേഷ്യം തീർക്കാൻ കോക്ക് ചിത്രത്തെ പറഞ്ഞു കൊന്നു എന്നൊന്നും വിശ്വസിക്കാൻ മലയാളിയെ കിട്ടാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 1000 വട്ടം പട്ടി തെണ്ടി എന്ന് പരസ്യമായി വിളിച്ചിട്ട് ഒരു 15 ലക്ഷം തന്നു എന്ന് പറയാമായിരുന്നില്ലേടാ പട്ടികളെ എന്ന് കോക്ക് അബ്നോർമലായി ക്യാമറയ്ക്ക് മുന്നിൽ ചോദിക്കുമ്പോൾ അയാളുടെ കൂടെ നിൽക്കാനാണ് നിഷ്പക്ഷമായി എന്താ പറയുക ചോദിക്കാനാവുന്നത്. അയാൾ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടാ ഒരു വിവരം കേട്ടവനെ ഒരു 15 ലക്ഷം തന്നെന്ന് പറയടാ, അല്ലെങ്കിൽ ഞാൻ 15 ലക്ഷം ചോദിച്ചെന്ന് പറയടാ പട്ടി തെണ്ടി എന്നൊക്കെ. എനിക്ക് തോന്നുന്നു കോക്ക് നല്ല വെള്ളം അടിച്ചിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് അയാളുടെ ഭാവങ്ങൾ മൊത്തം. ഇപ്പോഴത്തെ യൂത്തന്മാരാകാം കോക്കിൻ്റെ കാഴ്ചക്കാർ. അവരെ സുഖിപ്പിക്കാനാവും എന്തോ ശകലം അടിച്ചിരിക്കുന്നത് പോലെയുള്ള ഭാവചേഷ്ടകളോടെ അലറിക്കൊണ്ട് പട്ടികളെ എന്നയാൾ വിളിക്കുന്നത്. എന്തായാലും കോക്കിൻ്റെ വക്കീലാണേ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അംഗം അട്ടഹാസത്തിൻ്റെ നിർമ്മാതാവിന്. 1 ലക്ഷം കോക്ക് ചോദിച്ചില്ല, കോക്കിനായി വേറൊരാൾ ചോദിച്ചു എന്നിപ്പോൾ മാറ്റി പറയുന്നു. ഞങ്ങൾ വക്കീൽ നോട്ടീസൊന്നും അയക്കണ്ട, കോക്ക് 1 ലക്ഷം ചോദിച്ചു എന്നല്ല ഞങ്ങൾ പറഞ്ഞത്, അങ്ങനെയാ പറഞ്ഞേ. എന്നിട്ടിപ്പോൾ പറയുന്നു കോക്കിന് വേണ്ടി വേറൊരാളാണ് ചോദിച്ചത്. എന്നാൽ ആ ചോദിച്ചവൻ്റെ നമ്പർ അംഗമട്ടഹാസത്തിൻ്റെ നിർമ്മാതാക്കൾ പരസ്യപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ നിർമ്മാതാവ് ആ ചിത്രത്തിൽ അഭിനയിച്ച 10 പേർ അറിയുന്ന സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ മുതലായവരെ എന്താ പത്രസമ്മേളനത്തിൽ കൊണ്ടിരുത്തിയത് കാണാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പകരം പണ്ടേ ദുർബല കൂടെ ഗർഭിണിയും എന്ന് പറഞ്ഞ കണക്കുള്ള മന്ത്രിപുത്രനെ കൊണ്ടിരുത്തി അവൻ്റെ എന്താ പറയുക ഒരു അവിഞ്ഞ ന്യായവാദങ്ങൾ നിരത്തി കൂടുതൽ വെറുപ്പിക്കേണ്ടായിരുന്നു നിർമ്മാതാക്കൾ എന്ന് ഞാൻ പറയും. ആരെയും ഒട്ടും ആകർഷിക്കാനാകാത്ത സംഭാഷണ ശൈലിയും ഞാൻ എന്തോ ഭയങ്കരനാണെന്ന സ്വയം വിലയിരുത്തലും സുരേഷ് ഗോപിയുടെ മകനാണ് ഞാനെന്ന ദാർഢ്യഭാവവും ഒക്കെ ഈ പയ്യനെ പത്രസമ്മേളനത്തിൽ കൊണ്ടിരുത്തുന്നത് ഗുണത്തേക്കാൾ ദോഷമേ ചെയ്യൂ എന്ന് ചിന്തിക്കണമായിരുന്നു ഇതിൻ്റെ നിർമ്മാതാക്കൾ വിളിച്ചപ്പോൾ ഈ മന്ത്രിപുത്രൻ കൂടെ പോകരുതുമായിരുന്നു. വരണം, നമുക്ക് പത്രസമ്മേളനം നടത്തി 10 തെറി പറയാമെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ വരില്ല എന്ന് പറയണമായിരുന്നു. പക്ഷേ അയാൾ പോയി. ഞാൻ മീനാക്ഷിയോട് സംസാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ വേറെന്തോ ബന്ധമെന്നാണ് ഇവിടെ ധരിക്കുന്നത് എന്നൊക്കെ ഈ പയ്യൻ എവിടെയൊക്കെയോ അലക്കുന്നത് കണ്ടു. മീനാക്ഷി എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ മകൾ. ഇതിനുള്ള മറുപടി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതിനാൽ വീണ്ടും പറയുന്നില്ല. എന്തോ മലയാളിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഈ പയ്യനെ എന്ന് സത്യം പറഞ്ഞാൽ തനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നതാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാലും കുഴപ്പമില്ല. ഈ പയ്യനെ എന്തോ ആളുകൾക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഗുരുനാഥൻ JC സാർ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ചിലർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും, ചിലർ വരുമ്പോൾ നെഗറ്റീവും. ഉദാഹരണമായി JC സാറ് ഗണേശനെ പറ്റി പറയും. ഗണേശൻ കാറിൽ നിന്നിറങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പുഞ്ചിരി വിരിയും. അതാണ് പോസിറ്റീവ് എനർജി എന്നാണ് JC സാർ പറയാറ്. അതുണ്ടാകണം. പകരം സകലമാന പേരെയും പുച്ഛത്തോടെ കാണുന്ന ഞങ്ങൾ ഫാമിലി ഒരു 1.5 എന്താ പറയുക ടീമാണെന്ന് സ്വയം മാർക്കിടുന്നവരെ പറ്റി എന്ത് പറയാൻ പറ്റും? അശ്വന്ത് കൊക്കെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താങ്കളൊരു സർക്കാർ അധ്യാപകനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പുതുതലമുറയെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പോൾ ശത്രുക്കളെപ്പോലും മയത്തിൽ വിളിക്കാൻ ശീലിക്കണം. ശവമേന്ന് വിളിച്ചാലും അൻപോടെ വിളിക്കണം എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. 4 പാട്ട് 4 പേരെ കൊണ്ട് എഴുതിക്കുക, അത് 4 പേരെ കൊണ്ട് സംഗീതം നൽകുക, പ്രശസ്തരായ 4 ഫൈറ്റ് മാസ്റ്റർമാരെ വെച്ച് ഫൈറ്റ് കമ്പോസ് ചെയ്യുക തുടങ്ങി ഉള്ള വിഭവം വെച്ച് നന്നായി സദ്യ ഒരുക്കണം എന്നാഗ്രഹിച്ച യുവ സംവിധായകനായിരുന്നു സുജിത് നായർ. പക്ഷേ പാളിപ്പോയി. ആദ്യ ഷോ ഹോൾഡറായ നല്ല സിനിമ എഴുതിയ ലോഹിതദാസ് നമ്മുടെ മുന്നിലൊരു റോൾ മോഡലായുണ്ട്. ആദ്യ സിനിമ ഹോൾഡർ ആവുന്നതിന് നിരവധി കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ചകോരം എന്ന് പറഞ്ഞ ലോഹിതദാസ് സിനിമ തിരക്കഥ എഴുതിയ സിനിമ ആദ്യ ഷോ ഹോൾഡർ ആയതാണ്. അതിന് ശാന്തി കൃഷ്ണയ്ക്ക് സംസ്ഥാന അവാർഡും കിട്ടി, മികച്ച നടിക്കുള്ള. നല്ല സിനിമയായിരുന്നു. സിനിമ അങ്ങനെയാണ്. ഗോകുലം വിതരണം ചെയ്തു എന്നതിനാൽ
ഓടിക്കൊള്ളണം എന്നില്ല. അതിന് കുഞ്ഞു കാര്യം മതി. കോടികൾ വാരി ചിലവാക്കി ഗോകുലം നിർമ്മിച്ച 19-ാം നൂറ്റാണ്ട് കോടികൾ നഷ്ടമാക്കിയത് നമ്മുടെ മുന്നിലുണ്ട്. 5 പേർ 6 കോടി മുടക്കി 50 കോടിക്കപ്പുറം നേടിയ മോഹിനിയാട്ടവും വാഴയുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. വിജയം പരാജയം അവസാന വാക്കായി ആരും എടുക്കണ്ട. ഒപ്പം കള്ളങ്ങൾ പറഞ്ഞും പെരുപ്പിച്ചും സഭ്യമല്ലാത്തത് അടിച്ചും വിജയിക്കാം എന്ന് ആരും നോക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്നും ഒരിക്കലും ശാശ്വതമായി നിൽക്കില്ല. ഈ ഭീഷണിപ്പെടുത്തൽ പോലുള്ള ഡയലോഗുകളും നിൽക്കില്ല. കാരണം അതൊക്കെ പണ്ടത്തെ കാലത്താണെന്നേ ജമ്മിയും കുടിയാനും ഒക്കെ ഉള്ളത്. ഇപ്പം ജമ്മിയുടെ ലെവലിൽ നിന്ന് സംസാരിച്ചാൽ പോടാ പുല്ലേ എന്ന് പറയും ആളുകൾ. അത് സുരേഷ് ഗോപിയുടെ മകനടക്കം മനസ്സിലാക്കുന്നത് നല്ലതാണ്. റിവ്യൂ ചെയ്യുമ്പോൾ ഈ പട്ടി തണ്ടി എന്നുള്ള വിളി അശ്വന്ത് ഘോക്കിനെ പോലെ ഒരു അധ്യാപകൻ ആണെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുജിത്ത് നായരോട് എനിക്ക് പറയാനുള്ളത്, പരാജയം വിജയത്തിൻ്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾക്കെവിടെയോ ഒരു നല്ല വിജയ ചിത്രം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നോട് ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ദേഷ്യം ആ പയ്യനോ അവൻ്റെ അച്ഛനോ തോന്നുകയാണെങ്കിൽ എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.